ഹാൻഡ്-ബാനാക്ക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന ഒരു ഫങ്ഷണൽ എക്സ് എന്ന് പറയുന്ന നോംഡ് സ്പേസിൽ നമുക്കൊരു സബ്സ്പേസ് ഉണ്ട് y to k മാപ്പിംഗ് നമുക്കറിയാം. അപ്പൊ അതിന്റെ സബ്സ്പേസിൽ നിന്ന് പോകുന്ന മാപ്പിംഗ് ഇതാണ് y to k മാപ്പിംഗ്. ലെറ്റ് ഇറ്റ് ബി G. അപ്പൊ ചുരുക്കത്തിൽ ഈ എക്സിലെ ബാക്കിയുള്ള എലമെന്റിനെ മാപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ഫംഗ്ഷൻ. അങ്ങനെ ഒരുപാട് ഫങ്ഷണൽസ് കാണും. പക്ഷേ ജിയുടെ എക്സ്റ്റൻഷൻ ആയിട്ട് ആ ഫംഗ്ഷനിൽ വരണമെങ്കിൽ ചില ക്രൈറ്റീരിയ. പിന്നെ വൈക്ക് വെളിയിലുള്ള എലമെന്റിലും നിന്നുകൊണ്ട് ഇമേജ് എടുക്കാം, വൈക്കകത്ത് നിന്നുകൊണ്ട് എടുക്കാം, ജി വൈക്കകത്ത് നിന്നുകൊണ്ട് എടുക്കും. അപ്പം എഫ് ജിയുടെ എക്സ്റ്റൻഷൻ ആണെങ്കിൽ വൈക്കകത്ത് നിന്നുകൊണ്ട് എഫ് പറയുമ്പോഴും ജി പറയുമ്പോഴും സെയിം ഡെഫിനിഷൻ ആയിരിക്കണം. That is f of y is equal to g of y for every y belongs to y. പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എക്സിലെ ബാക്കിയുള്ള എലമെന്റിന്റെ കാര്യത്തിൽ പറയുമ്പോൾ എഫ് മാത്രമേ അത് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അത് വരുമ്പോൾ നമ്മൾ പറയും എഫ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ജി ആൻഡ് എഫ് റെസ്ട്രിക്റ്റഡ് ടു y is equal to g. അപ്പൊ ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ഹാൻഡ്-ബാനാക്ക് പറയുന്ന എക്സ്റ്റൻഷന് മോർ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് വെറും എക്സ്റ്റൻഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ഇത് ഫങ്ഷണൽ ആണ്. അതുപോലെ അതിലുപരി കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽ ആണ്. ജി ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽ ഓൺ y ആയിരിക്കും. അപ്പോൾ അതിന്റെ എക്സ്റ്റൻഷനായ എഫും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽ ഓൺ എക്സ് ആയിരിക്കണം. അത് ഹാൻഡ്-ബാനാക്ക് എക്സ്റ്റൻഷൻ തിയറം പറയുന്നു എന്തൊക്കെ കണ്ടീഷൻസ് വരുമെന്ന്. ഇതിനും തിയറം 7.3 റിസൾട്ട് ഒക്കെ ഉപയോഗിച്ചാണ് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് നമുക്ക് ചെയ്യേണ്ടുന്നത്? ഒരു സബ്സ്പേസിൽ, നോംഡ് സ്പേസിന്റെ സബ്സ്പേസിൽ, ഇവിടെ നോംഡ് സ്പേസും ആണ്, സബ്സ്പേസിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണലിന് കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽ ആയിക്കൊണ്ട് തന്നെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും. ചുരുക്കത്തിൽ ഇതാണ് ഹാൻഡ്-ബാനാക്ക് എക്സ്റ്റൻഷൻ തിയറം. പ്രോപ്പർട്ടീസ് കൂടുതലുള്ളത് ഇവിടെ മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെന്റ് നോക്കുക. ലെറ്റ് എക്സ് ബി എ നോംഡ് സ്പേസ് ഓവർ കെ, y be a subspace of x, and g belongs to y prime means g is a continuous linear functional on y. Then there is some f belongs to x prime, that is there exists some continuous linear functional on x such that f is the extension of g and moreover ഈ റിസൾട്ട് norm of equal to norm g. ഇവിടെ f from x to k ആണ്, g from y to k ആണ്. അപ്പം x to k എന്ന് പറയുമ്പം കെയിലെ നോം ഏതാണ്? മോഡുലസ് ആണ്. അപ്പൊ അവിടെ y ബിലോങ്സ് ടു y എടുത്തിരിക്കുന്നു, ഇത് x ബിലോങ്സ് ടു x എടുത്തിരിക്കുന്നു. ഈ കളക്ഷനിൽ മോഡുലസ് g ഓഫ് y മോഡുലസ് f ഓഫ് x തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ അത് ബന്ധമുണ്ട്. f റെസ്ട്രിക്റ്റഡ് ടു y g ആണെന്നാ പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ g ഓഫ് y പറയുമ്പോൾ ഇത് എന്ത് തന്നെയാണ്? y തന്നെയാണ്. ഓക്കെ, നോം ഓഫ് എടുത്തിരിക്കുന്ന സുപ്രീമത്തിന്റെ കളക്ഷൻ നോം ജി എടുത്തിരിക്കുന്ന സുപ്രീമത്തിന്റെ കളക്ഷനേക്കാൾ വലുതാണ്. സബ്സെറ്റ് ഓഫ് ബി എങ്കിൽ സുപ്രീം എയും സുപ്രീം ബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? കൂടുതൽ എലമെന്റ് വരുമ്പോൾ കൂടാനുള്ള സാധ്യത കിടപ്പുണ്ട്. അതുകൊണ്ട് സുപ്രീം ഓഫ് എ ലെസ് ദാൻ ഈക്വൽ ടു സുപ്രീം ഓഫ് ബി തന്നെ വരും. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ആക്ച്വലി ഇത് സംഭവിക്കേണ്ടത് നോം ജി ലെസ് ദാൻ ഈക്വൽ ടു നോം എഫ് എന്നാ. പക്ഷേ ഇവിടുത്തെ എക്സ്റ്റൻഷനിൽ നോം എഫ് ഈക്വൽ ടു നോം ജി ആയിരിക്കും. അങ്ങനെ പ്രൂവ് ചെയ്യപ്പെടണം. ആ ഒരു മോർ റിസൾട്ട് ഹാൻഡ്-ബാനാക്ക് എക്സ്റ്റൻഷനിൽ ഉണ്ട്. നമുക്ക് ചില പ്രത്യേക റിസൾട്ടുകൾ ആവശ്യമായിട്ടുണ്ട്. അതാണ് 7.7 ലെമ്മ തരുന്നത്. X be a normed space over K, f is a continuous linear functional on x and is non-zero. A belongs to x with f of a equal to 1 and r greater than 0. Then UAR intersection 0 space of f is equal to null set if and only if norm of less than or equal to 1 by r. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ പാർട്ട് അസ്യൂം ചെയ്യാം. UAR intersection 0 space of f equal to null set. What is norm of of the set modulus f of x such that x belongs to x with the norm x less than or equal to 1 of less than or equal to 1 by r എന്ന് പറയുന്നതിന് താണ്ട ഇത് തെളിയിച്ചാൽ മതിയാവും. Modulus f of x less than or equal to 1 by r into norm x. എന്നിട്ട് therefore assume UAR intersection 0 space of f equal to null set. If x belongs to x and f of x not equal to 0, then അപ്പോൾ x by f of x എടുക്കുക. അതിന്റെ എഫ് ഇമേജ് എന്ത് വരും? എഫ് ലീനിയർ അല്ലേ, അതുകൊണ്ട് a മൈനസ് എക്സ് ബൈ എഫ് ഓഫ് എക്സിന്റെ എഫ് ഇമേജ് എന്ത് വരും? എഫ് ഓഫ് എ മൈനസ് എഫ് ഫ്രം എക്സ് ടു കെ. ഹെൻസ് എഫ് ഓഫ് എക്സ് ഇസ് എ സ്കെയിലർ കെ. എഫ് ലീനിയർ ആണെങ്കിൽ സ്കെയിലർ വെളിയിൽ എടുക്കുക. അപ്പൊ 1 ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു പിന്നെ എഫ് ഓഫ് എക്സ്. ഇത് ഓക്കെ. അപ്പൊ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ക്ലിയർലി 1.
and with the assumption ആ ഒരു particular a വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ a സെന്റർ ആക്കിക്കൊണ്ടുള്ള ഓപ്പൺ ബാൾ സീറോ സ്പേസ് ഓഫ് എഫുമായി നൾ സെറ്റ് ആവും. ആ കണ്ടീഷനാണ് ഈ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ എഫ് ഓഫ് എ 1 ആയതുകൊണ്ട് 1 - 1 = 0. ഏത് മാപ്പിങ്ങിന്റെ അല്ലെങ്കിൽ ലീനിയർ മാപ്പിങ്ങിന്റെ ഇമേജ് 0 ആകുന്നു ആ എലമെന്റ് സീറോ സ്പേസിൽ വരുമെന്ന് നമുക്കറിയാം. ഇതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് അസംപ്ഷൻ ഉപയോഗിക്കാം. സീറോ സ്പേസ് ഓഫ് എഫും യു എ ആറും ഡിസ്ജോയിന്റ് ആണ്. അതുകൊണ്ട് a - x/f(x) സീറോ സ്പേസ് ഓഫ് എഫിൽ വന്നാൽ a - x/f(x) u of a r പിന്നെ വരില്ല. y u a r വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ആണ്. അപ്പൊ നോ a - y is less than r എന്നാണ് അർത്ഥം. അപ്പൊ വരുന്നില്ലെന്ന് പറഞ്ഞാലോ norm a - y greater than or equal to r. Okay, therefore norm of a - x/f(x) greater than or equal to r. Okay, അപ്പൊ a മൈനസ് എ പോയി, നോം x/f(x) greater than or equal to r. നോമിന്റെ പ്രോപ്പർട്ടി അറിയാമല്ലോ, k × x ന്റെ നോം എന്താണ്? മോഡുലസ് k × നോം x ആണ്. മോഡുലസ് f of x is ഇവിടെ എന്ത് കിട്ടും? 1 is f of x into norm x is greater than or equal to r. That means modulus f of x is less than or equal to 1/r into norm x. Arrange. Then taking supremum for every x belongs to x with the norm x less than or equal to 1. Left side norm f ആവും, right side norm x less than or equal to 1 with supremum എടുക്കുമ്പോൾ ഇതിൽ മാക്സിമം ആയ 1 ചെല്ലും. അതുകൊണ്ട് 1/r into 1. Norm of less than or equal to 1/r. Converse. Assume that norm of less than or equal to 1/r. We want to show that UAR intersection zero space of a physical null set. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് x UAR ലുണ്ട്, അപ്പോൾ തീർച്ചയായും സ്പേസ് ഓഫ് എഫിൽ കാണരുത്. x not belongs to zero space of f of x non zero ആയിരിക്കണം. If and only if f of x is non zero. f of x ഉം 1 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ കിട്ടും, സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 എന്ന് കിട്ടിയെന്നിരിക്കട്ടെ. f of x 0 ആവുമോ? f of x 0 ആണെങ്കിൽ മോഡുലസ് f of x - 1 ഈക്വൽ ടു 1 വരണം. അപ്പൊ അതിനർത്ഥം മോഡുലസ് f of x - 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 എന്ന് കിട്ടിയാൽ ഒരിക്കലും f of x 0 അല്ല. നമുക്ക് പോവാം. അപ്പൊ മോഡുലസ് f of x - 1 പോവാം. അപ്പം 1 പകരം നമുക്ക് f of a കൊടുക്കാം, കാരണം f of a 1 ആണ്. And since f is linear, f of x minus f of a can be written as f of x minus a. Therefore, it is modulus f of x minus a. If f belongs to BLXY, then by theorem 6.6 we have norm f of x less than or equal to norm of into norm x. Norm of into norm x. It is less than 1/r into r, less than. So this one. Because norm x minus a strictly less than, strictly less is equal to 1. That is modulus f of x minus 1 is strictly less than 1. നമുക്കറിയാം f of x 0 ആയാൽ ഒരിക്കലും modulus f of x minus 1 strictly less than 1 കിട്ടില്ല. Therefore f of x not equal to 0. This implies x not belongs to zero space of f, hence UAR intersection zero space of f equal to null set.